കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചാപ്റ്റർ 7 നോൺ മെറ്റൽസ് അലോഹങ്ങളിൽ നൈട്രജനെ പറ്റിയാണ് പഠിക്കുന്നത്. നൈട്രജൻ ആണ് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന വാതകം. നൈട്രജൻ ആണ് മോസ്റ്റ് അബഡൻറ്റ് ഗ്യാസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ നൈട്രജൻ ആണ്. എല്ലാ ലിവിങ് ബീങ്സിനും, ജീവനുള്ള വസ്തുക്കൾക്കെല്ലാം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ പ്രസന്റ് ആണ്. നൈട്രജൻ ഈസ് ആൻ എലമെന്റ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒരു മൂലകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ നൈട്രജൻ ഉണ്ടല്ലോ, സാധാരണ അവസ്ഥയിൽ അന്തരീക്ഷത്തിൽ നിഷ്ക്രിയമായിരിക്കും, ഇനേർട്ടായിരിക്കും. അതെന്തുകൊണ്ടാണ് റീസൺ അറിയാം? നൈട്രജൻ എന്ന് പറയുന്നത് N2 ആണെന്നറിയാം. അപ്പോൾ അതിൽ എങ്ങനത്തെ ബോണ്ടിങ് ആണ്, എങ്ങനത്തെ ബന്ധനമാണ്? ട്രിപ്പിൾ ബോണ്ടിങ് ആണ് അല്ലേ? ത്രിബന്ധനമാണ് നൈട്രജനിലുള്ളതെന്നറിയാം. N ട്രിപ്പിൾ ബോണ്ട് N ത്രിബന്ധനമാണ് നമ്മുടെ നൈട്രജനിലുള്ളത്. അതുകൊണ്ട് ഈ ത്രിബന്ധനം അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് നമുക്ക് നല്ല എനർജി വേണം അതിനെ ബ്രേക്ക് ചെയ്യാൻ. അവരെ തകർക്കണമെങ്കിൽ നല്ല എനർജി ഉണ്ടായാലും നമുക്ക് ആ ട്രിപ്പിൾ ബോണ്ട് തകർക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് നൈട്രജനെ നിഷ്ക്രിയമാകുന്നത്. അറ്റ്മോസ്ഫിയറിക് നൈട്രജന് സാധാരണ അവസ്ഥയിൽ നിഷ്ക്രിയമാണ് എന്ന് പറയുന്നതിൻ്റെ റീസൺ. വിച്ച് ഗ്യാസ് ഹെൽപ്പ് കമ്പസ്റ്റൻ? ഏത് ഗ്യാസ് ആണ് ജ്വലനത്തെ സഹായിക്കുന്ന ഗ്യാസ്? ഓക്സിജൻ ആണ് നമ്മുടെ ജ്വലനത്തെ സഹായിക്കുന്ന ഗ്യാസ്, O2. വിച്ച് ഗ്യാസ് ഹെൽപ്സ് ദി കൺട്രോൾ ദി റേറ്റ് ഓഫ് കമ്പസ്റ്റൻ? ജ്വലന നിരക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വാതകം ഏതാണ്? റേറ്റ് ഓഫ് കമ്പസ്റ്റൻ, ജ്വലന നിരക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്, CO2. പ്ലാന്റ് കനോട്ട് അബ്സോർബ് നൈട്രജൻ ഡയറക്ട്ലി ഫ്രം ദി അറ്റ്മോസ്ഫിയർ. സസ്യങ്ങൾക്ക് അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ സാധ്യമല്ല. എന്നാൽ അന്തരീക്ഷ നൈട്രജൻ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ, ഇടിമിന്നലിലൂടെ, ത്രൂ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്ങിലൂടെ. നൈട്രജൻ എന്തോ ബോണ്ടുണ്ട്? ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇടിമിന്നൽ നടക്കുന്ന സമയത്ത് ഡ്യൂറിങ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് നൈട്രജൻ ബോണ്ടിക്കുള്ള ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനം വിച്ഛേദിക്കപ്പെടും, ബ്രേക്ക് ആവും. നൈട്രജൻ ഓക്സൈഡായി മാറുകയും ചെയ്യും. നൈട്രജൻ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് ചേർന്ന് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുകയും ചെയ്യുന്നു. N2+O2 gives 2NO. അപ്പോൾ ഒന്ന്, ഇടിമിന്നലിലൂടെ നൈട്രജൻ പ്ലാന്റ്സിലേക്ക് എത്തുന്നു. എങ്ങനെ? നൈട്രജൻ്റെ ട്രിപ്പിൾ ബോണ്ട് ഇടിമിന്നലിൻ്റെ സമയത്ത് വിച്ഛേദിക്കപ്പെടുന്നു, ബ്രോക്കൺ ആവുന്നു. അങ്ങനെ നൈട്രജൻ അറ്റ്മോസ്ഫിയറിക് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് ചേർന്ന് നൈട്രിക് ഓക്സൈഡ് NO എന്ന ഇത് ഉണ്ടാകുന്നു. N2+O2 gives 2NO. ഉണ്ടാകുന്ന നൈട്രിക് ഓക്സൈഡ് NO കൂടുതൽ ഓക്സിജനുമായിട്ട് ചേർന്ന് നൈട്രജൻ ഡയോക്സൈഡ് NO2 ഉണ്ടാകുന്നു. 2NO+O2 gives 2NO2. ഈ നൈട്രജൻ ഡയോക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ, പ്രസൻസ് ഓഫ് ഓക്സിജനിൽ മഴവെള്ളത്തിൽ ലയിച്ച് ഡിസോൾവ്സ് ഇൻ റെയിൻ വാട്ടർ ആൻഡ് റീച്ചസ് ദി സോയിൽ ആസ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡായി HNO3 ആയിട്ട് മണ്ണിലെത്തുന്നു. അപ്പോൾ എങ്ങനെയാണ് നൈട്രജൻ പ്ലാന്റ്സിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലായോ? ഇടിമിന്നലിൻ്റെ സമയത്ത് നമ്മുടെ നൈട്രജനിലെ N2 ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം വിച്ഛേദിക്കപ്പെടുന്നു, ബ്രോക്ക് ആവുന്നു. അങ്ങനെ ബ്രോക്ക് ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഉണ്ടായ നൈട്രജനും ഓക്സിജനുമായി ചേർന്ന് നൈട്രിക് ഓക്സൈഡ് NO ഉണ്ടാകുന്നു. ഈ നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഓക്സിജനുമായിട്ട് ചേർന്ന് നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ഈ നൈട്രജൻ ഡയോക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴവെള്ളവുമായി, റെയിൻ വാട്ടറുമായിട്ട് ലയിച്ച് HNO3 ഫോമിൽ മണ്ണിലെത്തുന്നു. റീച്ചസ് ദി സോയിൽ ആസ് നൈട്രിക് ആസിഡ് HNO3. അപ്പോൾ 4NO2+H2O വെള്ളം പ്ലസ് O2 gives 4HNO3 നൈട്രിക് ആസിഡ്. HNO3 എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡ്. ദിസ് നൈട്രിക് ആസിഡ്, ഈ നൈട്രിക് ആസിഡ് മണ്ണിലെ ധാതുക്കളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന നൈട്രേറ്റ് ലവണങ്ങളെ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. അപ്പോൾ ഈ ഉണ്ടായ HNO3 നൈട്രിക് ആസിഡ് സോയിലുള്ള മിനറൽസ്, മണ്ണിലുള്ള ധാതുക്കളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അങ്ങനെ നൈട്രേറ്റ് സാൾട്ട്സ്, നൈട്രേറ്റ് ലവണങ്ങൾ ഉണ്ടാകുന്നു. ഈ നൈട്രേറ്റ് ലവണങ്ങളെയാണ് പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. 2, ത്രൂ നൈട്രജൻ ഫിക്സേഷൻ. എങ്ങനെയാണ് നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ നൈട്രജൻ പ്ലാന്റ്സിലേക്ക് എത്തുന്നതെന്ന് നോക്കാം. ഈ പയർവർഗ്ഗങ്ങളിൽ, ലെഗുമിനസ് പ്ലാന്റ്സിലൊക്കെ റൂട്ടിൽ, വേരുകളിൽ റൈസോബിയം ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ എന്ത് ബാക്ടീരിയ ഉണ്ട്? റൈസോബിയം ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകൾ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ, അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്യും, വലിച്ചെടുക്കും, അബ്സോർബ് ചെയ്യും. എന്നിട്ട് അതിന് പ്ലാന്റ്സിന് ആവശ്യമുള്ള സംയുക്തങ്ങളായിട്ട് മാറ്റും, കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നു. അപ്പോൾ നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിലെ റൈസോബിയം ബാക്ടീരിയ, നമ്മുടെ പയറിലൊക്കെ ഉണ്ട്, പയർവർഗ്ഗത്തിൽപ്പെട്ട ഏത് ചെടികളുടെ വേരുകളിൽ എന്തോ ബാക്ടീരിയ ഉണ്ട്? റൈസോബിയം ബാക്ടീരിയ ഉണ്ട്. അത് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ആഗിരണം ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു. അതിനെ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള കോമ്പൗണ്ട്സ്, സംയുക്തങ്ങളാക്കി മാറ്റുന്നു. അങ്ങനെയാണ് ഒരു തരത്തിൽ നൈട്രജൻ ഫിക്സേഷൻ.
നൈട്രജൻ സ്ഥിരീകരണം നടക്കുന്നത്. What are the methods by which we can supply the elements required for plant growth in large amounts? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ കൂടിയ അളവിൽ ലഭിക്കുന്നെങ്കിൽ എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാം? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, ജൈവവള പ്രയോഗം നമുക്ക് ചെയ്യാം. 2, രാസവള പ്രയോഗം, യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസർ. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഉപയോഗിക്കുന്ന വഴി നമുക്ക് പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് ആവശ്യമായ കൂടുതൽ മൂലകങ്ങൾ സപ്ലൈ ചെയ്യാൻ അളവിൽ ലഭിക്കുന്നതിന് മാർഗങ്ങളാണ്. താഴെ ഓർഗാനിക് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ സവിശേഷതകൾ, മെറിറ്റ്സും ഡീമെറിറ്റ്സും തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ സവിശേഷതകൾ, ജൈവവളത്തിന്റെയും രാസവളത്തിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നാം നോക്കുന്നത്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എക്കോ ഫ്രണ്ട്ലി ആണ്, പരിസ്ഥിതി സൗഹൃദമാണ് ജൈവവളം എന്ന് പറയുന്നത്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇൻക്രീസ് ക്രോപ്പ് ഈൽഡ്, കൂടുതൽ വിളവ് ലഭിക്കാൻ രാസവളം ഉപയോഗിക്കുന്നു. മെയിൻറ്റെയിൻ ദി ഒറിജിനൽ നേച്ചർ ഓഫ് ദി സോയിൽ, മണ്ണിന്റെ സ്വാഭാവികത നിലനിർത്തുന്നു ജൈവവളം. രാസവളം ലഭ്യത കൂടുതലാണ്, ഈസിലി നമുക്ക് അവൈലബിൾ ആണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഡിലേ ഇൻ മേക്കിംഗ് ദി ന്യൂട്രിയൻസ് അവൈലബിൾ, ജൈവവളത്തിൽ പോഷകങ്ങൾ ലഭിക്കുന്നതിൽ നല്ല കാലതാമസമുണ്ട്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൽ ന്യൂട്രിയൻസ് ലഭിക്കാൻ ഭയങ്കര ഡിലേ ആണ്. രാസവളത്തിലാണെങ്കിൽ 3 പോഷക ഘടകങ്ങളും വേഗത്തിൽ ലഭിക്കുന്നു. ഏതൊക്കെയാണ്? നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നുള്ള ന്യൂട്രിയൻസ്, പോഷക ഗുണങ്ങൾ ക്വിക്കിലി പെട്ടെന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. ഡു നോട്ട് ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ദി സോയിൽ, ജൈവവള സൂക്ഷ്മജീവികളെ നാശം സംഭവിക്കുന്നില്ല. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് സോയിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കത്തില്ല. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ചേഞ്ച് ദി ഓർഗാനിക് സ്ട്രക്ചർ ഓഫ് ദി സോയിൽ, രാസവളം മണ്ണിന്റെ ജൈവഘടനയിൽ തന്നെ മാറ്റം വരുത്തുന്നു. മോർ ക്വാണ്ടിറ്റീസ് റിക്വയർഡ്, ഓർഗാനിക് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ജൈവവളം കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടതായി വരുന്നു. രാസവളം മണ്ണിന്റെ ആമ്ലത വർദ്ധിപ്പിക്കുന്നു. ഇൻക്രീസ് ദി അസിഡിറ്റി ഓഫ് സോയിൽ, റെഡ്യൂസ് ദി പോസിബിലിറ്റി ഓഫ് പൊല്യൂഷൻ. ഓർഗാനിക് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ജൈവവളം ഉപയോഗിക്കുകയാണെങ്കിൽ മലിനീകരണ സാധ്യത കുറയ്ക്കുന്നു. രാസവളമാണെങ്കിൽ മലിനീകരണം ഉണ്ടാക്കുന്നു, കോസ് പൊല്യൂഷൻ. ഇനി നമുക്ക് ജൈവവളത്തിന്റെയും രാസവളത്തിന്റെയും മേന്മകളും പോരായ്മകളും, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കുക, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എക്കോ ഫ്രണ്ട്ലി ആണ്, ജൈവവളം പരിസ്ഥിതി സൗഹൃദമാണ്, അതൊരു മേന്മയാണ്, മെറിറ്റ്സ് ആണ്. വേറെ മെറിറ്റ്സ് എന്താണ്? മെയിൻറ്റെയിൻ ദി ഒറിജിനൽ നേച്ചർ ഓഫ് ദി സോയിൽ, മണ്ണിന്റെ സ്വാഭാവികത നിലനിർത്തുന്നു. ഡു നോട്ട് ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ദി സോയിൽ, സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കുന്നില്ല ജൈവവളം ഉപയോഗിക്കുകയാണെങ്കിൽ. റെഡ്യൂസ് ദി പോസിബിലിറ്റി ഓഫ് പൊല്യൂഷൻ, മലിനീകരണ സാധ്യത കുറയ്ക്കുന്നു. ഇതെല്ലാം എന്താണ്? ജൈവവളത്തിന്റെ അല്ലെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ മേന്മകളാന്ന് പറയാം. എന്തൊക്കെയാണ്? എക്കോ ഫ്രണ്ട്ലി, പരിസ്ഥിതി സൗഹൃദം, മെയിൻറ്റെയിൻ ദി ഒറിജിനൽ നേച്ചർ ഓഫ് ദി സോയിൽ, മണ്ണിന്റെ സ്വാഭാവികത നിലനിർത്തുന്നു. ഡു നോട്ട് ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ദി സോയിൽ, സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കുന്നില്ല. റെഡ്യൂസ് ദി പോസിബിലിറ്റി ഓഫ് പൊല്യൂഷൻ, മലിനീകരണ സാധ്യത കുറയ്ക്കുന്നു. ഇനി രാസവളത്തിന്റെ മെറിറ്റ്സ്, രാസവളത്തിന്റെ മെറിറ്റ്സ് മേന്മകൾ എന്തൊക്കെയാണ്? ഇൻക്രീസ് ക്രോപ്പ് ഈൽഡ്, കൂടുതൽ വിളവ് ലഭിക്കുന്നു. ഈസിലി അവൈലബിൾ, ലഭ്യത കൂടുതലാണ്. ക്വിക്ലി സപ്ലൈ ഓഫ് ദി 3 ന്യൂട്രിയൻസ്, 3 പോഷക ഘടകങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം വേഗത്തിൽ ലഭിക്കുന്നു. അപ്പോൾ ഇതൊക്കെ രാസവളത്തിന്റെ മേന്മയായിട്ട് നമുക്ക് പറയാം. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെ ദോഷങ്ങൾ, ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മണ്ണിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു. അപ്പോൾ രാസവളം അമിതമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിന്റെ എന്താണ്? ഗുണനിലവാരം കുറയ്ക്കും. അതുപോലെ തന്നെ അതിന്റെ ഫലപുഷ്ടിത നഷ്ടപ്പെടാനും രാസവളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കാരണമാകും. പരിസ്ഥിതി മലിനീകരണം, പൊല്യൂഷന് കാരണമാണ്. സൂക്ഷ്മജീവികളുടെ നാശം, നമ്മുടെ മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ അതെന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. മണ്ണിന്റെ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നു. ദീർഘകാലം, കുറേ കാലം നമ്മൾ ഈ രാസവളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മണ്ണിന്റെ അമ്ലത, അസിഡിറ്റി കൂടുന്നു. ഇത് സസ്യവളർച്ചയ്ക്ക് നല്ലതല്ല. ഇനി ജൈവവളത്തിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോഷകങ്ങൾ മന്ദഗതിയിലേ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ജൈവവളമാണ്, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ന്യൂട്രിയൻസ് വളരെ പതുക്കെ മാത്രമേ റിലീസ് ആവത്തുള്ളൂ സോയിലിലേക്ക്. പിന്നെ ഉപയോഗിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഹൈ ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ ജൈവവളം ഉപയോഗിക്കേണ്ടത്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ലാർജ് ക്വാണ്ടിറ്റിയിൽ വേണം ഉപയോഗിക്കുവാൻ. 3, പോഷകങ്ങളുടെ അളവ് വ്യത്യാസപ്പെടുന്നു. അപ്പോൾ പല രീതിയിലുള്ള പോഷകങ്ങളിലായിരിക്കും ലഭിക്കുക, അളവിൽ എപ്പോഴും വ്യത്യാസമായിരിക്കും. ഇത് കൃത്യമായിട്ട് നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ സാധിക്കുകയില്ല. കുറഞ്ഞ പോഷക സ്വാതന്ത്ര്യം, രാസവളത്തെ താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന് ന്യൂട്രിയൻറ്റ് കുറവാണ്, ലോ ന്യൂട്രിയൻ കോൺസെൻട്രേഷൻ ആണ് വെൻ കമ്പയർഡ് ടു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളവുമായിട്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയും ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെയും ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. കാർഷിക മേഖലയിൽ, അഗ്രികൾച്ചറിൻ്റെ ഫീൽഡിൽ നമ്മൾ എപ്പോഴും ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ സയൻറ്റിഫിക്കലി, ശാസ്ത്രീയപരമായും ജുഡീഷ്യലിയും വിവേകപൂർവ്വമായേ നമ്മൾ വളം പ്രയോഗിക്കുക. അല്ല ചുമ്മാ കുറേ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുക, ചുമ്മാ വെറുതെ ജൈവവളം ഉപയോഗിക്കുക എന്നല്ല. എല്ലാം നമ്മൾ ബോധപൂർവം വേണം ഫെർട്ടിലൈസേഴ്സ് ഒരു സോയിലിൽ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രജൻ, നൈട്രജൻ്റെ ഭൗതിക ഗുണങ്ങൾ. നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് നമ്മുടെ നൈട്രജൻ. കളർലെസ്, ഓഡർലെസ് ഗ്യാസ്. സോലുബിലിറ്റി ഇൻ വാട്ടർ ഇസ് വെരി ലോ, ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ ലയിക്കുന്നതുള്ളൂ. ഡിഫിക്കൽട്ട് ടു ലിക്വിഫൈ,
ദ്രവീകരിക്കാൻ പ്രയാസമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? നൈട്രജന്റെ ഭൗതിക ഗുണങ്ങൾ: കളർലെസ്, ഓഡർലെസ് ഗ്യാസ്, നിറമോ മണമോ ഇല്ലാത്ത വാതകം. സോലുബിലിറ്റി ഇൻ വാട്ടർ ഇസ് വെരി ലോ, ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ ലയിക്കുന്നുള്ളൂ. ദ്രവീകരിക്കാൻ പ്രയാസമാണ്, ഡിഫിക്കൽട്ട് ടു ലിക്വിഫൈ. ഇനി യൂസസ് ഓഫ് നൈട്രജൻ, നൈട്രജന്റെ ഉപയോഗങ്ങൾ. ഫോർ ദി ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ, നമ്മുടെ അമോണിയയുടെ വ്യവസായിക നിർമ്മാണത്തിന് നൈട്രജൻ അത്യാവശ്യമാണ്. അമോണിയ എന്ന് പറയുന്നത് NH3, അപ്പോൾ നൈട്രജൻ എന്തുവായാലും ആവശ്യമാണല്ലോ. ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് നൈട്രജനീസ് ഫെർട്ടിലൈസേഴ്സ്, നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് നൈട്രജൻ വേണം. ലിക്വിഫൈഡ് നൈട്രജൻ ഈസ് യൂസ്ഡ് ആസ് റെഫ്രിജറന്റ്, ദ്രവീകരിച്ച നൈട്രജനാണ് ശീതീകാരിയായി ഉപയോഗിക്കുന്നത്. ടു ഇൻഫ്ലേറ്റ് ദി ടയർസ് ഓഫ് വെഹിക്കിൾസ്, വാഹനങ്ങളുടെ ടയറുകളിൽ കാറ്റ് നിറയ്ക്കുവാൻ നൈട്രജൻ ഉപയോഗിക്കും. ടു അവോയ്ഡ് പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇൻ ഫുഡ് പാക്കറ്റ്, ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഈ നൈട്രജൻ ഉപയോഗിക്കാറുണ്ട്. ഇത്രയാണ് നൈട്രജനെ പറ്റി പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ നിന്ന്. താങ്ക് യു.